ഓക്സിലറീസ് രണ്ട് തരത്തിലാണുള്ളത്. രണ്ട് തരത്തിലുള്ള ഓക്സിലറീസ് ഉണ്ട്. ഒന്ന് കോമൺ ഓക്സിലറീസ്, എന്താ പറയാ, ഒന്ന് കോമൺ ഓക്സിലറീസ്, രണ്ട് മോഡൽ ഓക്സിലറീസ്. എന്താ പറയാ? കോമൺ ഓക്സിലറീസ്, മോഡൽ ഓക്സിലറീസ്. റൈറ്റ്? ഇപ്പൊ കോമൺ ഓക്സിലറീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. കോമൺ ഓക്സിലറീസ് സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. റൈറ്റ്? കോമൺ ഓക്സിലറീസ് എന്താണ്? സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. സിംഗുലർ ആണ് ഈസ്, വാസ്, ഹാസ്, ഡസ്. Is, was, has, does, common auxiliaries. And am, are, were, have, do, plural auxiliaries. So, this is singular auxiliaries, this is plural auxiliaries. Then did and had. Did and had common past auxiliaries. What is that? Is, was, has, does, singular auxiliaries. Am, are, were, have, do, common auxiliaries. And did and had common past auxiliaries. Clear aana paranjathu? Idu njan eduthadalle? Okay aanalla? Ini model auxiliaries aanu. Model auxiliaries ivide singular plural aanengil model auxiliaries divide cheyyunnathu present and past. Model auxiliaries engane divide cheyyane? Present and appo nokkiye auxiliaries rendu tharam. Common auxiliaries, model auxiliaries. Common auxiliaries are is, was, has, does, am, are, were, have, do. Common past auxiliaries did and had. Ini varuna endha present past model auxiliaries. Present past ennu parayumbo okay, can present aanengil could past aanu alle. Then may present aanengil might past aanu. Then will present aanengil would past aanu. Then shall present aanengil should past aanu. ശരിയല്ലേ? Then രണ്ട് common auxiliaries ഉണ്ട്. ഏതാണ്? Must and ought to. Ought to. ഇതാണ് model auxiliaries. Model auxiliaries can എന്താണ്? Present, could, past. May present, might past. Will present, would past. Shall present, should past. Must, ought to. ഇങ്ങനെയാണ് കണക്കാക്കുക. അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, വില്ല് ഫ്യൂച്ചർ അല്ലേ? പക്ഷെ ഇവിടെ മോഡൽ ഓക്സിലറീസിനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പ്രസന്റ് ആയിട്ടാണ് കണക്കാക്കുക. യു അണ്ടർസ്റ്റാൻഡ്? ഫ്യൂച്ചറിലാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എന്തായിട്ടാ? Present model auxiliary, past model auxiliaries, common model auxiliaries. Right now we are going to study about this class. Are you ready? Yes. There is no smile on your face, my dear friends, right now. There is no smile. Smile is universal. Right now you have it. Wonderful. നിനക്കൊന്നും സ്മൈലേ ഇല്ല, അത് ഇപ്പൊ വന്ന്, അത് ഞാൻ സന്തോഷമായി, കൃതാർത്ഥനായി ഗോപിയേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് we are going to study about will. What is that? Will. വില്ലൊരു ഭയങ്കര സംഭവമാണ്. വില്ലിന് 4 തരത്തിൽ ഫ്യൂച്ചറിൽ പറയും. എന്താണ്? ഹി വിൽ കം. മൈ ഗോഡ്, ആരുടെ ഫോണാണ്? നിന്റെ ഫോണാ ജയ്സാറല്ലേ? അല്ല. I will come. What is the meaning of I will come? I will come. ഉറപ്പാണോ? I will come here. I will come here to teach you, sir. One day I will come here and I will make a wonderful speech here. Will you do that? Yes. Oh, wonderful. Then he will come. My boy, my son, he will come here. Okay? The next one, negative one, he won't come. Appo he will come. He will come എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ വരും. He won't come എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ വരില്ല. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഇതിനെ പറയുക. എല്ലാ സ്റ്റേറ്റ്മെന്റ്, എല്ലാ ക്ലാസ്സിലും എല്ലാ യൂസേജുകളിലും നമുക്ക് വരുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അത് പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും ഈ 4 തരത്തിലുള്ള എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ 80% ഓക്കെയാണ്.
ഏതൊക്കെയാണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? അപ്പോൾ ഹി വിൽ കം, അവൻ ഉറപ്പായിട്ടും വരും, ശരിയല്ലേ? ദെൻ ഹി വോണ്ട് കം, അവൻ വരൂല, ഹി വോണ്ട് കം. അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യൻ ഉണ്ട്, വിൽ ഹി കം. എന്താണ്? വിൽ ഹി കം, ക്വസ്റ്റ്യൻ ആണ്. അവൻ വരുമോ? വിൽ ഹി കം, വിൽ ഹി കം. അതാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ. ദെൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ, വോണ്ട് ഹി കം, വോണ്ട് ഹി കം. അപ്പൊ ഇത് വെച്ച് ഞാൻ തന്നിരിക്കുന്ന 300 വൊക്കാബുലറി വെച്ച് നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു 10,2500 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം, ശരിയല്ലേ? ഹി വിൽ കം ഹിയർ, ഹി വോണ്ട് കം ഹിയർ, വിൽ ഹി കം ഹിയർ, വോണ്ട് ഹി കം ഹിയർ. റൈറ്റ്? അപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് അല്ല ഇപ്പൊ പഠിക്കാൻ പോണേ. വാട്ട് വി ആർ ഗോയിങ് ടു ലേൺ? ഓൺലി ക്വസ്റ്റ്യൻസ്. എന്താണ്? ക്വസ്റ്റ്യൻസ്. ഇവിടെ എന്താണ് ആദ്യം കൊടുത്തിരിക്കുന്നത് വില്ല് വെച്ച്? പൊലൈറ്റ് ക്വസ്റ്റ്യൻ ഇംപ്ലൈയിങ് റിക്വസ്റ്റ്. അതായത് വളരെ താഴ്മയോടുകൂടി ഒരു ക്വസ്റ്റ്യൻ വില്ല് വെച്ച് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷ. റൈറ്റ്? അതാണ് വില്ല് വെച്ച് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? Everybody can speak English. The Western Speaker, പാലാരിവട്ടം.